ഹലോ വെരി ഗുഡ് മോർണിംഗ് ഫ്രം നേപ്പാൾ സീരീസിൻ്റെ 14ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പം എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. എന്താ വെച്ചെങ്കിൽ ഞാൻ ഉള്ള ഹൈറ്റിനേക്കാളും ഇപ്പോൾ കുറവുള്ള ഹൈറ്റിലാണ് നിൽക്കുന്നുള്ളത്. പിന്നെ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ സ്ലീപ്പിംഗ് ബാഗെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഉറങ്ങിയ സ്ഥലം കാണിച്ചു തരാം. നല്ല കാര്യമായ സ്ഥലം കേട്ടോ, ചുറ്റും മലകളാണ്. വന്നതില്ല, എനിക്ക് പോകേണ്ടത് എൻ്റെ താഴെ ഒരു വില്ലേജ് എനിക്ക് കാണുന്നുണ്ടോ അറിയില്ല, അവിടത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. ഇത് രണ്ടും ഉപയോഗശൂന്യമായ എന്തോ ഷെഡാണ്. രണ്ടിൻ്റെ ഫ്രണ്ടിൽ ടോയ്ലറ്റ് ഉണ്ട്, ഫുള്ള് കച്ചറായിട്ട് നിറച്ച് വെച്ചിട്ടുള്ള ടോയ്ലറ്റ്. പിന്നെ ഇതിനുള്ളിൽ എൻ്റെ എന്ന് വെച്ചിട്ട് സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടായതുകൊണ്ട് അത്ര തണുപ്പ് പറഞ്ഞിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. എൻ്റെ ആകുമ്പോൾ അത്ര കാറ്റ് മേടിച്ചിട്ടാണ്. കാറ്റ് നല്ല വയൽ കിട്ടിക്കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ എനിക്ക് തണുപ്പടിക്കാൻ ചാൻസ് ഉണ്ടായിന്. കാറ്റുണ്ടായിന് അത്യാവശ്യം, എന്നാലും എന്താ പറയുക സ്ലീപ്പിംഗ് ബാഗ് ഇതെല്ലാം വെച്ചിട്ട് മാനേജ് ആയിപ്പോയി. പിന്നെ മെയിൻ പ്രശ്നം ഉണ്ടായത് വെള്ളത്തിൻ്റെ ഭക്ഷണം ഞാൻ പിന്നെ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കുന്നവരാ. വെള്ളത്തിന് ഞാൻ നല്ല വയൽ സ്ട്രഗിൾ ചെയ്തിന്. ഞാൻ തക്കി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വെറുപ്പായിട്ട് തോന്നും. എന്നിരുന്നാലും ഞാൻ പറയാം, ഇത് സർവൈവലിൻ്റെ ടൈമിലില്ല, നമ്മൾ ഇങ്ങനത്തൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ഇതേപോലത്തെ ബോട്ടിലുണ്ടോ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം പറക്കിയിട്ട് അതിലുള്ള വെള്ളമാണ് ഞാൻ എന്താ പറയുക ഒന്നിച്ചിട്ട് കുടിച്ചത്. ആ വെള്ളം കുടിക്കാച്ചെങ്കിൽ അത് അധികം ആൾക്കാറില്ല. ഇത് ഐസായിട്ടാകുമ്പോൾ അങ്ങനെ കളി എൻ്റെ ഇങ്ങനെ കുലുക്കിയിട്ട് ഒരു തുള്ളി മാറ്റി വെച്ചിട്ട് ആ വെള്ളമാണ് ഞാൻ കുടിച്ചത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പാവാം മേ ബി, പക്ഷേ അത് എന്താ പറയുക സംടൈംസ് ചെയ്തേ പറ്റൂ. ഓരോ സമയത്ത് നമുക്ക് വെള്ളം പോലും കിട്ടാത്ത സമയത്തില്ല ഇതെല്ലാം നമുക്ക് എന്താ പറയുക വേറെ തന്നെ ഒരു സംഭവം. ഇവിടെ വെള്ളമില്ല, അങ്ങനെ ഞാനത് കുടിക്കേണ്ട വന്ന്. എന്തായാലും ഇപ്പം 8:30 ഞാനൊരു 10 മണിയെല്ലാം ആകുമ്പോൾ നല്ല ഇവിടുന്ന് വിടാമെന്ന് വിചാരിക്കുന്നത്. എന്താ വെച്ചെങ്കിൽ ഇപ്പം എനിക്ക് ടെൻറ്റ് മടക്കാമെന്ന് പറയുന്നത് എൻ്റെ കൈക്ക് നല്ല മര വെച്ചിട്ടുണ്ട്. എൻ്റെ ആകുമ്പോൾ ടെൻറ്റ് മടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആകുമ്പോൾ എന്താ പറയുക ഇവിടുന്ന് വിടുന്ന സമയത്ത് കാണാം. അപ്പോൾ ഓക്കെ, ഫൈനലി പാക്കിങ് കാര്യമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 10:15 തണുപ്പത്ത് പാക്കിങ് ആക്കാന്ന് പറഞ്ഞാൽ ഈ നോളം കഷ്ടപ്പാട് വേറെയില്ല. ഇന്നലെ വന്ന വഴി നോക്കിയാൽ അത് മലയില്ല, ഇങ്ങനെ കുത്തനുള്ള ഇറക്കമാണ്. അതിനുശേഷം ഇങ്ങനെ ഇറങ്ങി പിന്നെ താഴെയുള്ള വില്ലേജില്ല അവിടം വരെ നോക്കിയാൽ താഴെ വരെ മൊത്തം കുത്തനെ ഇറക്കമായിരിക്കും. ഈ ഇറങ്ങുമ്പോൾ കാണുന്നാക്ക് വിചാരിക്കും എന്ത് ഇറക്കുമല്ലോ നല്ല രസമായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞെങ്കിൽ ഇറങ്ങുമ്പോൾ നമ്മളെ കാലിന് എട്ടിൻ്റെ പണിയിട്ട് ഭയങ്കര ഫാസ്റ്റ് ഇറങ്ങണം. കുത്തനുള്ള ഇറക്കമായതുകൊണ്ട് അത് ഈ ലഗേജ് വെച്ചിട്ട് ഇറങ്ങാൻ എട്ടിൻ്റെ പണിയിട്ട്. ഇപ്പം എൻ്റെ ഒരേ ഒരു ആഗ്രഹം എന്താ പറയുക, എത്ര പെട്ടെന്ന് താഴേക്ക് എത്താൻ പറ്റുമോ അത്ര പെട്ടെന്ന് താഴേക്ക് എത്തിയിട്ട് നല്ല ഭാഗയിൽ ദാൽ ഭാത്ത് ആയാലും വേറൊന്നും കഴിക്കണം. നല്ലപോലെ വിശക്കുന്നു. ഇന്നലെ രാവിലെ 2 ബ്രെഡും പിന്നെ തേനും കഴിച്ചതാണ്. അതിന് ശേഷം പിന്നെ ഇന്നലെ രാത്രി ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് കഴിച്ച്, വേറൊന്നുമില്ല. പിന്നെ ആടുന്ന് നല്ല കിട്ടിയ വെള്ളമില്ല, പറക്കിയിട്ട് കിട്ടിയ ആ വെള്ളം കുടിച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് നിൽക്കാം. അപ്പോൾ 6 കിലോമീറ്റർ ആയിട്ട് താലോട്ട്. മാക്സിമം എത്ര പെട്ടെന്ന് എത്താൻ പറ്റുമോ അത്ര പെട്ടെന്ന് എത്താൻ നോക്കട്ടെ. ഈ മലകൾക്കെല്ലാം തന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് എത്രത്തോളം സുന്ദരമായിരിക്കും അത്രത്തോളം ഡേഞ്ചർ ആയിരിക്കും. ആ ഒരു മലയെല്ലാം നോക്കിയാൽ എന്തൊരു രസമല്ല കാണാൻ വേണ്ടിയിട്ട്. അല കയറുമ്പോൾ എത്ര ആളും മരണപ്പെട്ടിട്ടുണ്ടാവുന്നതോ. പലതരം മലകളാണ് എൻ്റെ ചുറ്റിലുള്ളത്. അതിലൊന്നാണ് ഇന്നലെ ഞാൻ കയറി ഇറങ്ങിയ പാസ്, തുറങ്കല പാസ് എന്ന് പറയുന്നത്. വളരെ ഡേഞ്ചറായൊരു പാസ്സായിരുന്നു. അത് ഒരൊറ്റ ദിവസത്തിൽ 40-ന് മുകളിൽ ആൾ മരണപ്പെട്ട സ്ഥലം. ആ ഒരു പാസ് കയറുമ്പോൾ ഞാൻ എൻ്റെ മരണം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കാരണം എന്താ വെച്ചെങ്കിൽ ഞാൻ 4000 മീറ്റർ നമുക്ക് ഹൈപ്പോത്തമ്യം കാര്യമെല്ലാം ഇടിച്ചതാണ്. ഈ 4000 മീറ്റർ ഞാൻ ഒറ്റയടിക്ക് കയറിയത് 1400 മീറ്റർ. ഒരിക്കലും ഒരു മനുഷ്യനും 1400 മീറ്റർ ഡയറക്റ്റ്ലി ഒരു മലയും കയറാൻ പാടില്ല. എന്താ വെച്ചെങ്കിൽ മല കയറുന്നതിന് ഒരു റൂളുണ്ട്. 300 മീറ്റർ അല്ലെങ്കിൽ മാക്സിമം 500 മീറ്റർ അല്ലെങ്കിൽ 600 മീറ്റർ, അതിൽ കൂടുതൽ ഒരു മനുഷ്യനും ഒരു മലയും കയറാൻ പാടില്ല. ഞാൻ ഇന്നലെ കയറിയത് 1400 മീറ്ററാണ്. എന്തോ ഭാഗ്യത്തിന് ഞാൻ ജീവനോടെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നു. എൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എന്നെത്താൻ വെറും 5 കിലോമീറ്ററാണ് മറ്റോ ആ ഒരു ഭാഗത്തായിട്ട് കാണുന്ന സ്ഥലമില്ലേ. അത് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ട്രക്കിംഗ് കംപ്ലീറ്റ് ആവും. അവിടെ എത്തിയിട്ട് ഒരേ ഒരാഗ്രഹം നല്ലപോലെ എന്തെങ്കിലും ഒന്ന് വേലിച്ചിട്ട് കഴിക്കണം. എന്ന് വെച്ചെങ്കിൽ ഇന്നലെ രാവിലെ കഴിച്ച ഭക്ഷണം മാത്രമേ ഇല്ല എൻ്റെ ശരീരത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടേ എന്തെങ്കിലും ഒന്ന് കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകുന്നത്. എന്തായാലും അവിടെ എത്തിയിട്ട് തന്നെ കാണാം. എൻ്റെ കയ്യിലുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ നോക്കിയാൽ മൊത്തം ഐസായി കിടക്കുക. ഇന്നലെ പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് പറക്കി കൂട്ടിയ വെള്ളമായിരുന്നു ഇത്. ഇപ്പോൾ ഞാനെന്താക്കി ഇവിടെ ഇരുന്നിട്ട് പോകുന്ന ആൾക്കാരോടെല്ലാം കുറച്ച് വെള്ളം ചോദിക്കുക. അധികം വെള്ളം ആരെങ്കിലും ഉണ്ടായില്ല, അപ്പോൾ കുറച്ച് തരും. അങ്ങനെ സ്വരൂപിച്ചിട്ട് എത്ര കുടിച്ച് എന്താ വെച്ചെങ്കിൽ ഇവിടെ നിന്ന് പെട്ടെന്ന് ഡീഹൈഡ്രേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് പോലും അറിയില്ല എപ്പോൾ ഡീഹൈഡ്രേറ്റ് ആവാമെന്ന്. റിസ്ക് നിൽക്കേണ്ട അറിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞത്ര കുറേ നേരം ഇവിടെ ഇരിക്കുന്നത്. കാണാറോട് പോകുന്നവരോടെല്ലാം വെള്ളം ചോദിച്ചിട്ട് കുടിച്ചിട്ട് അത്യാവശ്യം ഓക്കെ. ഇപ്പോൾ ഈ ഒരു സ്ഥലത്ത് കാണുന്നില്ല, ഇവിടെ ആയിട്ട് എന്തോ ഷോപ്പും കാര്യം കാണുന്നുണ്ട്. ഷോപ്പല്ല, എന്തോ റെസ്റ്റോറൻറ്റും കാര്യം. ഫേഡിന്ന് തോന്നിയത്. തൊട്ടപ്പുറം സൈഡും ഫേഡിയുണ്ട്, ഇപ്പുറം സൈഡും ഫേഡിയുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് അതിന് കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയാൽ മതി. പക്ഷെ അങ്ങോട്ടേക്ക് എത്താൻ പറ്റുമോ എന്ന് അറിയില്ല. നല്ല വേദന അള്ളിയിട്ടുണ്ട് എൻ്റെ കാലിന്. എന്താ വെച്ചെങ്കിൽ മൊത്തം ബോഡി വെയിറ്റ് എൻ്റെ കാലിൻ്റെ ഈ അറ്റത്തായിട്ട് വന്നിട്ട് നിൽക്കുക. അതുകൊണ്ട് തന്നെ നല്ല പെയിൻ ആളാൻ തുടങ്ങി. മൊത്തം കുത്തനുള്ള ഇറക്കുമല്ല.
ഈ കുത്തനുള്ള ഇറക്കത്തിൽ മൊത്തം വെയിറ്റും പോയി നിൽക്കുന്നത് നമ്മുടെ കാലിൻ്റെ അറ്റത്തേക്കാണ് മാൻ. അതുകൊണ്ട് എനിക്കിപ്പോൾ നടക്കാൻ ഒട്ടും പറ്റുന്നില്ല. ഞാൻ 10 മണിക്ക് ഇറങ്ങിയതാണ്, ഇപ്പോൾ 1 മണീൻ്റെ അടുത്തായി. കിലോമീറ്റർ എന്ന് പറയുന്നത് 800 മീറ്റർ പോലും താണ്ടിയിട്ടാന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ നിങ്ങൾ നേരത്തെ ആ ഒരു മല കണ്ടിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. വളരെ കുറച്ച് ഞാൻ ഇപ്പോൾ സഞ്ചരിച്ചിട്ടും പറ്റുന്നില്ല ഒട്ടും. പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഇവിടെ വരെ എത്തിയല്ല, അത് തന്നെ വലിയ കാര്യം. അപ്പോൾ ഓക്കെ, എങ്ങനെയൊക്കെ ഒന്ന് താഴത്തിട്ട്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 3:20 കേട്ടോ. ഇതുവരെ ഞാൻ കവറാക്കിയത് 3.2 കിലോമീറ്റർ. മാൻ, വന്ന വഴി നോക്കിയാൽ ഇനിയും ഇതേപോലത്തെ വഴി തന്നെ ഉള്ളത്. ഇനിയും 4 കിലോമീറ്റർ ഉണ്ട്. എല്ലാവരും എന്നോട് പറഞ്ഞു ഇവിടെ റെസ്റ്റ് എടുക്കാൻ, എൻ്റെ കാലിന് കഴിയാത്തതല്ല. ഞാൻ വിചാരിക്കുന്നത് വേണ്ട, ഇന്ന് വെച്ച് പിടിക്കാതെ അതിലേക്ക് തന്നെ വിചാരിക്കുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം നല്ല വിടണം. ഇപ്പോൾ ദാൽ ബാത്ത് ഓർഡർ ആക്കിയിട്ടുള്ള കേട്ടോ. ഇത്രയേറെ ആഗ്രഹത്തോടെ ഒരു കഴിച്ച ഭക്ഷണം ഉണ്ടെങ്കിലല്ലേ അത് ഈ ഒരു ഭക്ഷണമായിരിക്കും. 740 റുപ്യാണ്. എന്തായാലും ഭക്ഷണം കഴിച്ചതിന് ശേഷം പ്ലാൻ ആക്കണം, അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കണം. എന്തായാലും പെയിൻ വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ലാന്ന് തോന്നുന്നു. പിന്നെ ഞാൻ വിചാരിക്കുന്നു പോകുന്നത്ര പോയിട്ട് എവിടെന്നെങ്കിലും പെട്ടെങ്കിൽ അവിടെ ടെൻ്റ് അടിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിക്കുന്നു. ഞാൻ സാധാരണ അരി ആഹാരം നല്ലോണം കഴിക്കാത്തതാണ്, പക്ഷെ ഇന്നില്ല, നല്ല അമ്പൂൻ്റെ അടി അടിക്കണം. ഞാൻ അവനോട് ചോറ് പറഞ്ഞിട്ടുണ്ട്, എല്ലാം എന്തെല്ലാം രണ്ടാമത് കിട്ടും അതെല്ലാം പറയണം. ഈ വെള്ളത്തിന് 150 റുപ്യ കേട്ടോ, നേപ്പാളി റുപ്പി. ഇനി താഴോട്ട് പോകും തോറും ഇതിൻ്റെ വില കുറഞ്ഞുകൊണ്ട് 20 നേപ്പാളി റുപ്പിയിലേക്ക് എത്തും. ഞാൻ ഏറ്റവും അധികം ചിലവാക്കിയ എത്ര 400 300 അങ്ങനെ എന്തോ, എനിക്ക് ഏറ്റവും ഓർമ്മയില്ല. എന്തായാലും എത്ര പെട്ടെന്ന് ഇത് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അത്ര പെട്ടെന്ന് കഴിച്ചിട്ട് സമയം കളയുന്നില്ല, പെട്ടെന്ന് താഴേക്ക് ഇറങ്ങട്ട്. ഫൈനലി മുക്തിനാഥ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഓൾമോസ്റ്റ് എത്തിയിട്ടാ. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 4 മണി. ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്ന സ്ഥലമില്ല, ഇതാണ് മുക്തിനാഥ് വരുന്ന സ്ഥലം. മാൻ, ഞാൻ പോലും വിചാരിച്ചിട്ടാ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നു. 4 മണി വരുമ്പോൾ വളരെ പെട്ടെന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. അത് ഇറങ്ങിയത് വേറൊരു രീതിയുണ്ട്, എന്നെക്കൊണ്ട് പറ്റും എന്ന് പറഞ്ഞിട്ട് നടക്കുന്നില്ല. ആ ഒരു നടത്തമാണ് ഞാൻ നടന്നത്. അല്ലായിരുന്നുണ്ടെങ്കിൽ മേ ബി എന്നെക്കൊണ്ട് പറ്റട്ടില്ല. എന്താ വെച്ചെങ്കിൽ മനസ്സിനോട് ഞാൻ പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റുമെന്ന്. ശരിക്കും പറഞ്ഞാൽ വേദന ഉണ്ട് കേട്ടോ, വേദന ഇല്ല എന്നല്ല, വേദന വെച്ചിട്ട് മറന്നിട്ട് നടക്കുന്നില്ല. ആ ഒരു നടത്തമാണ് ഞാൻ നടന്നത്. എന്തായാലും ഇനി താഴെത്തണം, റൂം എടുക്കണം, എടുത്തിട്ടൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കണം. വേറെ ഒന്നും എനിക്കിന്ന് വേണ്ട. ഭക്ഷണം നല്ലപോലെ കഴിച്ച് ഇനി പറ്റുമെങ്കിൽ വീണ്ടും കഴിക്കൂ. എന്തായാലും ഒന്ന് റൂം എടുക്കാൻ നോക്കട്ടെ, താഴ്ന്ന് കാണാം. അത്യാവശ്യം ഇരുട്ടുകാർ തുടങ്ങി കേട്ടോ. ഈ ഒരു ഭാഗത്താണ് മുക്തിനാഥ് ടെമ്പിൾ എന്ന് പറയുന്നത്. വലിയ ദൂരമൊന്നുമില്ല, ഈ കാണുന്ന തന്നെ. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ നമ്മളെ ബുദ്ധ ഭഗവാന്റെ സ്റ്റാച്യു ഉണ്ട്. എന്തായാലും ഞാൻ ചിലപ്പോൾ ഇന്ന് ക്യാമ്പിങ് ചെയ്യാൻ നല്ല ചാൻസ് കാണുന്നുണ്ട്. ആദ്യം ഒന്ന് അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ട്, വലിയ ദൂരമൊന്നുമില്ല, ഈ കാണുന്നത് തന്നെ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ട് അതിനുശേഷം തീരുമാനിക്കട്ടെ എന്ത് കഥയെന്ന്. ഈ കാണുന്ന കേട്ടോ മുക്തിനാഥ് ടെമ്പിൾ വരുന്നത്. ഈ അമ്പലത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അതിലൂടെ ഒരു പെണ്ണുങ്ങൾ പോകുന്നുണ്ടോ. അതേപോലെ ഈ വരുന്ന എല്ലാ വെള്ളവും തലയിലൂടെ പാർന്നിട്ട് അവസാനം ഈ കാണുന്ന 2 ഈ കുളം കണക്കത്തെ ഇല്ലേ, അതിൽ മുങ്ങിയൊക്കെ വിളിച്ചെങ്കിൽ എല്ലാ പാവങ്ങളും പൊറുക്കപ്പെടും എന്നാണ് വിശ്വാസം. നമ്മുടെ നാട്ടിൽ ഗംഗാനദിയിൽ മുങ്ങി കുളിച്ച എല്ലാ പാവങ്ങളും പൊറുക്കപ്പെടും എന്ന് പറയുന്നില്ല, അതേപോലത്തെ ഒരു ആചാരമാണ് ഇവിടുത്തത്. എൻ്റെ ഗോപ്രോയിൽ ഇപ്പോൾ 17% ചാർജില്ല, എപ്പോൾ വേണമെങ്കിലും സ്വിച്ച് ആവാം, ഒന്നിലും ചാർജില്ല കേട്ടോ. ഇനി ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് റൂം എടുക്കുന്നതാണ്. പിന്നെ ക്യാമ്പിങ് ചെയ്തെങ്കിൽ പവർ ബാങ്കിൽ ഉണ്ടോയെന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ക്യാമ്പിങ് ചെയ്യുന്ന സ്ഥലത്ത് കാണാം, അല്ലെന്നുണ്ടെങ്കിൽ റൂമിൽ നിന്ന് കാണാം. അപ്പോൾ ഓക്കെ, ഇടുന്നു മെല്ലെ വിടുന്നു. അങ്ങനെ റൂം തന്നെ എടുത്തട്ടെ. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 6 മണി. ഈ വരുന്ന വഴിക്ക് മൊത്തം നല്ല കാണാൻ രസമുള്ള പുതിയ റെസ്റ്റോറൻറ്റ്സും ഹോട്ടൽസും കാര്യമൊക്കെ ആയിരുന്നു. അതിലേറ്റവും പഴയത് നോക്കി നടന്നിട്ട് അത്യാവശ്യം ഒരു പഴയ ലുക്കുള്ള ഒരു ഹോട്ടൽ കിട്ടി. ഇവിടെ എനിക്ക് 500 നേപ്പാളി റുപ്പീസാണ് റൂമിനായത്. ഇങ്ങനെ നോക്കുന്നുണ്ടുള്ള ഉപകാരം എന്താ പറയുക, നമുക്ക് എന്താ പറയുക നല്ല ലുക്കിലെടുത്ത് പോയാൽ ചിലപ്പോൾ വില കൂടാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അവർ കയറ്റി എട്ടിക്കാനും ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ അടുത്ത് വന്നെങ്കിൽ ഇവർ കയറ്റി പറയുന്ന പ്രൈസ് തന്നെ ഒരു ലിമിറ്റ് ആയിരിക്കും. അതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാർഗൻ കൂടെ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എന്തായാലും അങ്ങനത്തെ ഒന്നും ആവശ്യം വന്നിട്ടാ. ഞാൻ ചോദിച്ച് റൂം ഉണ്ടോയെന്ന്, അവർ പറഞ്ഞ 500 നേപ്പാളി റുപ്പിക്ക് റൂമുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇത് നേപ്പാളിലെ തന്നെ മെയിൻ അമ്പലം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. പുറത്തുനിന്നും ഇന്ത്യയിൽ നിന്നും എവിടെ നിന്നല്ലോ ആൾക്കാർ വന്നിട്ട് ഈ മുക്തിനാഥ് ജീനെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ എത്രയോ പേരുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എന്താ പറയുക, നിങ്ങൾക്ക് ഊഹിക്കാവുന്നില്ല എത്ര പൈസ ആയിരിക്കും ബാക്കി എല്ലാ സ്ഥലത്തെ റൂമിന്. എന്തായാലും ചോദിച്ചെങ്കിൽ എന്തായാലും 1500 കുറഞ്ഞ ഇവിടെ റൂം കിട്ടാൻ ചാൻസ് ഇല്ല. എന്തായാലും സെറ്റ് റൂം കിട്ടി എന്നൊന്ന് ഡ്രസ്സും കാര്യമെല്ലാം മാറ്റിയിട്ടൊന്ന് റിലാക്സ് ആയിട്ടൊന്ന് കിടക്കണം. എൻ്റെ അന്നപൂർണ ട്രക്കിംഗ് സർക്യൂട്ട് ഫൈനലി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എന്നെ അടുത്ത വ്ളോഗ് അറിയുന്നത് ഒന്നുമില്ല, ഇവിടെ നിന്ന് തന്നെ ഞാൻ താഴോട്ട് പോകുന്നതായിരിക്കും. എന്നിരുന്നാൽ കൂടെ അന്നപൂർണ ട്രക്കിംഗ് സർക്യൂട്ട് കംപ്ലീറ്റ് ആയതിൻ്റെ സന്തോഷമില്ല മാൻ, എങ്ങനെ അറിയിക്കേണ്ടതെന്ന് അറിയുന്നില്ല. വേറെ ലെവല് സന്തോഷമാണ്.
ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടാ എനിക്കിങ്ങനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന്. നിങ്ങൾക്ക് തന്നെ അറിയാം, എൻ്റെ 2-3 ദിവസമുള്ള വീഡിയോയിൽ അയ്യോ അമ്മയെന്നെല്ലാം പറഞ്ഞിട്ട് കരയുന്നുണ്ടായി. ഞാൻ ഇപ്പോൾ നോക്കി ഏത് രീതിയിലിരിക്കുന്നത്. ഇവിടെ ഒരു കാര്യമായ സ്റ്റെപ്പ് ഉണ്ട്, അതിന് ഓടി തുള്ളിച്ചാടിയിട്ട് ഞാൻ വന്നത്. സംഭവം വേദന ഉണ്ട്, വേദന ഉണ്ടെങ്കിൽ കൂടെ എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ പറഞ്ഞിട്ട് വന്നെങ്കിലും ലാസ്റ്റ് ഒന്നും പറയേണ്ട പോലെ വന്നിട്ട് അമ്മാതിരി ഓട്ടം. എന്താ കയ്യാനായി. അവിടെ ഒരു ഗേറ്റ് ഉണ്ട് അമ്പലത്തിൻ്റെ, ഗേറ്റ് കഴിഞ്ഞെങ്കിൽ പിന്നെ കഴിഞ്ഞു. പിന്നെ മുക്തിനാഥ് പറഞ്ഞ ഈ ചെറിയൊരു സിറ്റിയാണ്. അപ്പം അത് എത്തുന്നത് വരെയുള്ള സന്തോഷമില്ലേ വേറെ ലെവലായിരുന്നു. എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.